പാലട കൊണ്ട് ഒരു അടപ്രഥമൻ ഉണ്ടാക്കാൻ പോകുകയെ. പാലട കൊണ്ട് ഇത് 200 ഗ്രാം പാലട എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിന് വേണ്ടി കുറച്ച് വെള്ളം, ഒരു 2-3 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ. അന്നേരം ഈ വെള്ളം തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ടിട്ടിട്ട് അടച്ചിടാം, അടച്ചിട്ടേക്കാം. തിളച്ച വെള്ളത്തിനകത്ത് അടയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഊറ്റിയെടുക്കണ്ടേ. ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, ശകലം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതങ്ങ് അടച്ചു കൊടുക്കാം. നമ്മുടെ ഇത് 5 മിനിറ്റ് ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് അടപ്രഥമന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാം. ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരടയാണ്. എല്ലാ അടപ്രഥമനും ഈസിയാണ്. പാത്രത്തിൻ്റെ വെള്ളം ഒന്ന് പോട്ടെ, ചൂടാവട്ടെ. നമ്മുടെ പാത്രം ചൂടായി. ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തേ. നമുക്കിതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്തേ, കുറച്ചൊരു ഒരു മുറിയിൽ നിന്ന് ഒരു ശകലം അത് എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞതേ അതിട്ട് കൊടുക്കുക. അതൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ല ചുമക്കനെ വറുത്തെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 20 ഗ്രാം കിസ്മിസ് അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ടേ. ഞാൻ തീയൊന്ന് കുറച്ചിട്ടിട്ട് ഇതിന്ന് മാറ്റിയെടുക്കേ. നെയ്യ് നമുക്ക് ഉപയോഗിക്കാം. ഇതിവിടെ മാറ്റി വെച്ചേക്കാം. ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കേ. നമ്മുടെ അട നോക്കേ. 5 മിനിറ്റ് ആയേ. ഇതൊന്ന് ഞാൻ വാർത്തെടുത്തോണ്ട് വരട്ടെ. നമുക്ക് ഈ അടുപ്പ് കത്തിച്ചു കൊടുക്കേ. നമ്മൾ അട ഊറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ടിടാം. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഇട്ടൊന്നും വേണ്ട. ഒന്ന് നെയ്യുടെ നെയ്യൊന്ന് ചൂടാവുന്ന സമയം അത് മതി. ഇതിനകത്ത് ഇത് 200 ഗ്രാം അടയാണ് വേവിച്ചേക്കുന്നത്. ഇതിനകത്ത് ഞാൻ പൊടി ശർക്കരയാണ് ഒരു 450 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടേ. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ശർക്കര ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടാം, കുറച്ച് കുറയാം. അത് അവരവരുടെ ഇഷ്ടം. ഇനി ഈ ശർക്കരയിൽ കിടന്ന് ഈ അടയുടെ ഉള്ളിലോട്ട് മധുരമൊക്കെ പിടിക്കണേ. ഒരു കുറച്ച് നേരം വന്നിട്ട് വഴറ്റിയെടുക്കാം.
ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് നല്ല വഴന്ന് വരുമ്പോൾ ഈ അടയിലോട്ട്, പിന്നെ കുഞ്ഞടയല്ലേ ഇത്, അടയിലോട്ട് ശർക്കരയുടെ മധുരമൊക്കെ കയറി പിടിക്കും. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, നമ്മുടെ അട ശർക്കര പാനിയിൽ കിടന്ന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലേ, ആ ശർക്കരയിൽ തന്നെ കിടന്നങ്ങ് വഴന്ന് നോക്കെ കുറുകി വന്നുകൊണ്ടിരിക്കുക. ഒരു 3-4 മിനിറ്റ് ആയി. ഇതിനകത്ത് ഓക്കെ, നമ്മൾ അട റെഡിയായേ. പിന്നെ കണ്ടോ, ഇത് നല്ല കുറുകി വന്ന് ഇത് ശർക്കരയിൽ കിടന്ന് ഈ അടയങ്ങ് നല്ല കുറുകി വരണേ. വഴറ്റി എടുക്കണം. കണ്ടില്ലേ, ഇത്രയും മതി. ഇനി ഇതിനകത്ത് ഒരു 2 തേങ്ങയുടെ 2-ാം പാൽ, 2 തേങ്ങ എടുത്ത് വെച്ചിട്ട് എന്നാൽ 2-ാം പാൽ, എന്നിട്ട് ഇത് നമുക്കിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ 5-6 മണിക്കൂർ കുതിർത്ത് വെച്ച ചവ്വരിയെ, ഒരു 6-7 മണിക്കൂറായി കുതിർത്ത് വെച്ച, കഴുകിയിട്ട് കുതിർക്കാനിടണം. ആ ചവ്വരി അതും ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂണേ, അത് ഇതിൽ കിടന്നങ്ങ് വെന്തോളും. ഓക്കെ, നമ്മൾ പ്രഥമൻ്റെ ആ ചവ്വരി ഇട്ടില്ലേ, അതൊക്കെ അങ്ങ് നല്ല വെന്തെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കളർ ഉണ്ടോ, അത് വെന്ത് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് നല്ല തിളച്ച് വന്നിട്ടേ ഉള്ളത്. 1-2 തിളച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പാലൊഴിക്കേ. നമ്മൾ 2-ാം പാലൊഴിച്ചില്ലേ, അത് കുറുകി വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിനകത്ത് തീ കുറച്ച് വെക്കാം. അത് 1-ാം പാലൊഴിക്കേ. 1-ാം പാൽ തീ കുറയ്ക്കുക തീരെ. 1-ാം പാലൊഴിച്ചിട്ട് തിളയ്ക്കണ്ട. തീയിട്ട് കൊടുക്കും, കാര്യം തീരെ കുറഞ്ഞു വരും. ഇത് ചൂട്. ഇനി ഇതിനകത്ത് ഒരു നുള്ള് ഉപ്പ്, ഇനി ഇതിനകത്ത് ഒരു 7-8 ഏലക്ക പൊടിച്ച പൊടിയേ. ഇനി ഇതിനകത്ത് വറുത്ത് പൊടിച്ച് ജീരകം ഇടാം, ചുക്ക് പൊടി ഇടാം. പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല, ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളേ. ഇതൊന്ന് നല്ല ഒന്ന് ചൂടാവട്ടെ. നല്ല മണം വരുന്നുണ്ട്. ചിലർക്ക് ഈ വലിയ അട അധികം ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഇത് നോക്കേ, ഈ കുഞ്ഞടയാ, പാലടയുടെ ഇതല്ലേ, നോക്കേ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇനി ഇപ്പോൾ ഇത് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അങ്ങ് കുറുകിക്കോളും. ഒന്ന് ചൂടായിട്ട് നമുക്ക് അണയ്ക്കായത്. നമ്മൾ ആദ്യത്തെ പാലൊഴിച്ച് കഴിഞ്ഞ് നല്ല വരാറായി വരുന്നേ. തിളയ്ക്കരുത്, ഞാൻ ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതിനകത്ത് ഈ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കേ. ഓക്കെ, നല്ല കിടിലൻ പാലട പ്രഥമൻ, പാലട കൊണ്ടുണ്ടാക്കിയ പ്രഥമൻ. ഓക്കെ, അപ്പം ഈ പ്രാവശ്യം ഓണത്തിന് പാലട കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പം ഇതെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട്
അതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. ഇനി ഞാൻ ഇപ്പോൾ ഇത് പകർന്നൊന്നും വെക്കുന്നില്ലേ, ഞാൻ ഒന്ന് അതിൻ്റെ പരുവം കാണിച്ചു തരേ. കണ്ടാ, ഇതിനിപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടി പിടിക്കും, കണ്ടില്ലേ? അപ്പോൾ ഇതുണ്ടാക്കി കൊടുത്ത് എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ എല്ലാവർക്കും അജി കിച്ചൻ്റെ വക ഓണാശംസ.